أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖദർ ആയത് നമ്പർ 2. അർത്ഥം: സത്യമായും നാം ഇതിനെ ഖുർആനെ നിർണയരാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീറെ കബീർ അൽ മുസ്ലിമൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ്. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: അക്രബുൽ മവാരിദിൽ ഖദർ എന്ന പദത്തിന് നൽകിയ അർത്ഥം താഴെ പരാമർശിക്കുന്നു. 1. തുല്യമായ വസ്തുക്കൾ. ഹാസ ഖദറു ഹാസ, ഈ വസ്തു ആ വസ്തുവുമായി തുല്യമുള്ളത് എന്നാണ്. രണ്ടാമത്തെ അർത്ഥം വിശുദ്ധി, മൂന്നാമത്തെ അർത്ഥം പ്രൗഢി, നാലാമത്തെ അർത്ഥം ആവശ്യങ്ങൾ പൂർത്തിയാക്കുക, അഞ്ചാമത്തെ അർത്ഥം ശക്തി, ആറാമത്തെ അർത്ഥം സൗകര്യം എന്നൊക്കെയാകുന്നു. ഈ അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു. ഒന്നാമത്തേത്, നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി വളരെ വിലമതിപ്പിന് തത്തുല്യമായ രാത്രിയാകുന്നു. രണ്ടാമത്തെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം, നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി വിശുദ്ധിയുള്ള രാത്രിയിലാകുന്നു. മൂന്നാമത്തെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി അത് പ്രൗഢിയുള്ള രാത്രിയിലാകുന്നു. നാലാമത്തെ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി ആവശ്യങ്ങൾ പൂർത്തിയാക്കിയ രാത്രിയാകുന്നു. അഞ്ചാമത്തെ വാക്കർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം, നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി വളരെ ശക്തിയുള്ള രാത്രിയാകുന്നു. ആറാമത്തതിൻ്റെ അടിസ്ഥാനത്തിൽ നാം വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി ആ രാത്രി വളരെ സൗകര്യങ്ങളുള്ള രാത്രിയാകുന്നു എന്നാകുന്നു. ഹുസൂർ മുമ്പോട്ട് പറയുന്നു, ഇനി നാം ഈ 6 അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനെ ഈ അർത്ഥങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാം. ആദ്യത്തെ അർത്ഥം, ഹുസൂർ മുമ്പോട്ട് പറയുന്നു, നാം ഈ വിശുദ്ധ ഖുർആനെ ഇറക്കിയ രാത്രി വിലമതിപ്പിൽ തത്തുല്യമായ രാത്രിയിലാണ് ഇറക്കിയത്. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം, ഈ വിശുദ്ധ ഖുർആൻ അവസാനത്തെ ഗ്രന്ഥമാണ്. ഇത് ഒറ്റയ്ക്ക് ഇതുവരെ ഇറങ്ങിയ മറ്റു എല്ലാ ശരീഅത്തുകളെയും നേരിടുന്നു. അതുപോലെ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടം അതിൻ്റെ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിൽ നിന്ന് വന്ന എല്ലാ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിന് തുല്യമാകുന്നു. അതുകൊണ്ട് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന ആയത്തിൻ്റെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനെ അവസാനത്തെയും അതുപോലെ പരിപൂർണമായ ഗ്രന്ഥമാണ് എന്ന വാദമാണ് ഈ ആയത്തിലൂടെ ഉന്നയിക്കപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ അർത്ഥം, ഹുസൂർ മുന്നോട്ട് പറയുന്നു, ഏതെങ്കിലും ഒരു വസ്തുവിന് മതിപ്പുണ്ടെങ്കിൽ അതിൻ്റെ സ്ഥാനം ഒരിക്കലും താഴുന്നതല്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അമ്മാമ
യൻഫഉന്നാസ ഫയംകുസു ഫിൽ അർളി. സൂറത്തുർ റഅദ് ആയത്ത് 18. ഏതെങ്കിലും ഒരു വസ്തു ഫലം തരുന്നുണ്ടെങ്കിൽ അത് എന്നേക്കുമായി അതിനെ നിലനിർത്തും. ഇവിടെ നോക്കുക, ബൈത്തുള്ളയുടെ മറ്റൊരു പേര് ബൈത്തുൽ ഹറാം എന്നാകുന്നു. അതിൻ്റെ അർത്ഥം അതിനെ എന്നേക്കുമായി സംരക്ഷിക്കും, അതുപോലെ അതിൻ്റെ പ്രൗഢിയെ എന്നേക്കുമായി നിലനിർത്തുന്നതാണ് എന്നാകുന്നു. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൗഢിയുടെ രാത്രി എന്നതുകൊണ്ട് അർത്ഥം അതിനോടുള്ള കടമ എന്നേക്കും നിലനിർത്തുന്നതാണ് എന്നാകുന്നു. ഈ ഒരു അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആനെ ഇറക്കിയ കാലഘട്ടം അത് അവസാന കാലഘട്ടമാണ്. ആ ഒരു കാലഘട്ടത്തെ മറ്റൊരു കാലഘട്ടത്തെ കൊണ്ട് മാറ്റുവാൻ സാധിക്കുന്നതല്ല. ആ കാലഘട്ടത്തിൻ്റെ ബഹുമതി എന്നെന്നും നിലനിൽക്കും, അതിൻ്റെ ഭരണം എന്നേക്കും നിലനിർത്തുന്നതുമാണ്. ഈ ഒരു അർത്ഥവും വിശുദ്ധ ഖുർആനിനോട് ചേരുന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട കാലഘട്ടം എന്നേക്കും ലോകത്തിന് വഴികാട്ടുന്ന കാലഘട്ടമാണ്. ഇനി മൂന്നാമത്തെ അർത്ഥം, വിശുദ്ധ ഖുർആൻ പ്രൗഢിയുടെ രാത്രിയിലാണ് ഇറക്കിയത് എന്നാകുന്നു മൂന്നാമത്തെ അർത്ഥം. പ്രൗഢിയുടെ വ്യാഖ്യാനം മറ്റു അർത്ഥങ്ങൾ ഭാരം, മനസ്സിലാക്കൽ, ബുദ്ധി, വിവേകമെന്നൊക്കെയാണ്. അങ്ങനെ ഈ ആയത്തിൻ്റെ അർത്ഥം നോക്കിയാൽ വിശുദ്ധ ഖുർആൻ ഇറക്കിയ രാത്രി ബുദ്ധി വിവേകവുമായി ബന്ധപ്പെട്ട രാത്രിയിലാണ് എന്നാകുന്നു. അതുപോലെ ഭാരമുള്ളത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അധ്യാപനം ശത്രുക്കളുടെ എതിർപ്പ് കൊണ്ടും പരാക്രമണങ്ങൾ കൊണ്ടും അവരുടെ പരിഹാസങ്ങൾ കൊണ്ടും ഒരിക്കലും അതിൻ്റെ സ്ഥാനത്തിൽ നിന്ന് ഇളക്കുവാൻ സാധിക്കുന്നതല്ല എന്നാകുന്നു. ഈ അർത്ഥവും വിശുദ്ധ ഖുർആനിന് പൂർണ്ണമായി യോജിക്കുന്നതാകുന്നു. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ വളരെ വലിയ സ്ഥാനങ്ങളുള്ള യുക്തിയുടെ അടിസ്ഥാനത്തിലാകുന്നു. ഏതൊരു നിർദ്ദേശവും വിശുദ്ധ ഖുർആനിൽ നൽകിയിട്ടുണ്ടോ അത് അതിൻ്റെ കാരണവും അവിടെ പരാമർശിക്കുന്നു. എന്തുകൊണ്ടാണ് ആ ഒരു അധ്യാപനത്തെ പാലിക്കണമെന്നും അതുകൊണ്ട് എന്ത് ഫലമാണ് ലഭിക്കുക എന്നും ആ അധ്യാപനം പാലിച്ചില്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ എന്തെല്ലാം നഷ്ടങ്ങളാണ് ഉണ്ടാവുക എന്നെല്ലാം അവിടെ പറഞ്ഞു തരുന്നു. അതുപോലെ അത് ഒരു തത്വജ്ഞാന തെളിവുകൾ കൊണ്ടും നിഷേധിക്കാവാനാകാത്ത രീതിയിൽ വളരെ ശക്തമായ തെളിവോടെ ആ അധ്യാപനങ്ങളെ സ്ഥാപിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.